ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എപ്പം നീയല്ലോ സലാം പറയില്ല, അപ്പൊ ഇന്ന് ഞാനാക്കി. അതുകൊണ്ട് ഞാന് പോയത് കുടുങ്ങിപ്പോയല്ലേ. അതിന് ശേഷം എന്താ പറയേണ്ടത് കിട്ടുന്നില്ല. എപ്പൊ ആ ഒരു ഫ്ലോയിൽ തന്നെ ആയിരിക്കല്ലോ പോയിട്ടുണ്ടാവാ. അപ്പൊ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് അല്ലേ മർസി? ഇന്ന് അപ്പൂപ്പനായിട്ട് പോകുന്നില്ലേ പണിക്ക്? പോണം. ഒരു ക്രിസ്മസ് മറ്റേ ഡ്രസ് ഇട്ടിട്ട് നമ്മ ഫോട്ടോ എടുക്കണം പ്ലാൻ ഉണ്ടായിരുന്നു. ഓൾറെഡി അവൾക്കൊരു ക്രിസ്മസിന്റെ അപ്പൂപ്പന്റെ പോലത്തെ ഡ്രസ്സ്. അത് അപ്പൂപ്പന്റെ ഡ്രസ് അല്ല, നമ്മള് പണ്ട് ഊട്ടി പോയ സമയത്ത് എടുത്തത്. പക്ഷെ അതിൽ ടൈറ്റ് ആയിട്ടുണ്ടാവണം. ഇല്ല, കറക്റ്റ് ആയിരിക്കും. അതെയാ, അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും പറയുന്നത്. തൊപ്പിയൊന്നുമില്ല. തൊപ്പി എന്ന് പറഞ്ഞാൽ മറ്റിങ്ങനെ ഡ്രസ്സിന്റെ തന്നെ ക്യാപ്പെല്ലാം വരുന്നത്. അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ നമ്മൾ വേണ്ടല്ലേ. പിന്നെന്താ ഡിസംബറിൽ വേറൊരു ദിവസം ഇതും കൂടി ഉണ്ടല്ലോ മർസി. വേറൊരു ദിവസം നിങ്ങൾക്ക് ഇപ്പല്ലോ ഓർമ്മ വന്നില്ലേ? എനിക്ക് ഡിസംബർ ഡിസംബർ 27 നമ്മളെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പൊ കുടുങ്ങിയ ദിവസം. എത്രാമത്തെ വർഷമാണെന്ന് എനിക്ക്? 9ാമത്തെ വർഷം. 8 വർഷം കംപ്ലീറ്റ് ആവുന്നോ? അതന്നെ, 9ാമത്തെ വർഷം തുടങ്ങി. എത്ര വേഗല്ലേ? എത്ര വേഗം? 8 വർഷം തന്നെയാ കണക്കൂട്ടി നോക്കി. കണക്കന്നെ വേഗാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റാലും എനിക്ക് ഏറ്റൂല. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് എന്താ പ്ലാൻ? വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, പ്ലാൻ ഒന്നും ഇല്ല. അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ തട്ടിപ്പൊട്ടി 9ാമത്തതല്ലേ അല്ലെ? നമുക്ക് 10ാമത്തത് അടിപൊളി കഴിക്കണം. ഈ സർപ്രൈസ് എനിക്ക് സർപ്രൈസ് എന്താണെന്നും കൂടി ഞാൻ ഇപ്പം പറഞ്ഞിട്ടാ. അപ്പൊ നിന്റെ ഇതുവരെ എനിക്ക് സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ലോ മർസി. കിട്ടീനി എന്ത് ആനിവേഴ്സറിക്ക് ഞാൻ എപ്പോഴും നല്ല സർപ്രൈസ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം സർപ്രൈസ് ഒന്നും ഇല്ല, എനിക്ക് സർപ്രൈസ് ഒന്നും വേണ്ട. അപ്പൊ NSBB നല്ല ഉറക്കില്ലാന്ന് NSBB എണീക്കുന്നതിന് മുമ്പ് NSBBക്ക് നമുക്ക് ചായന്റെ കടിയും കാര്യങ്ങളും പോപ്കോൺ ഒക്കെ ഉണ്ടാക്കണം. അവള് നേരത്തെ പോപ്കോൺ വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് നമ്മളെ ഹെൽത്ത് ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഓയിലായിട്ടുള്ള സംഭവം ഒന്നും കഴിക്കാണ്ട് നമ്മളെ ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കാന്ന് വിചാരിച്ച് അല്ല രതിർക്ക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആമസോണിന് അഗാരോന്റെ എയർ ഫ്രയർ വാങ്ങിച്ചു കേട്ടോ. ഇതാണ് നമ്മള് സാധനം ഇന്നലെ ഇവിടെ ഡെലിവറി ചെയ്ത്. അതല്ലേ, അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയാണ് സംഭവം നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതില് വരുന്നത് ഇങ്ങനെ ഒരു ട്രേ വരുന്നുണ്ട്, പിന്നെ ഒരു ബേക്ക് ട്രേ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ കേട്ടോ. പിന്നെ ഇതെന്താ വയർ റാക്ക് അല്ലേ. പിന്നെ ഇതൊരു ഫ്രൈയും ബാസ്കറ്റ് കേട്ടോ. നമ്മള് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടില്ല. നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇതിലായിരിക്കും യൂസ് ചെയ്യാൻ. പിന്നെ ഇത് റൗണ്ട് ബാസ്കറ്റ്. ഇതിലായിരിക്കും ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ നമുക്ക് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഒരു നല്ലൊരു ഹാൻഡിൽ വരുന്നുണ്ട് നമുക്ക്, നല്ല കൈയൊന്ന് ചൂടാവാതിരിക്കാൻ വേണ്ടിട്ടാ മർസി. അതിന്റെ കൈ പൊള്ളിന്ന് പറയുന്നത് നീ കുഴപ്പമൊന്നും ആക്കണ്ട, അങ്ങനെയുള്ള സാധനങ്ങളിലുണ്ട്. പിന്നെ ഇത് നമുക്ക് കബാബും അങ്ങനെയുള്ള സംഭവം എല്ലാം ആക്കുന്നിരിക്കും അല്ലെ. ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റ് പോലത്തെ സംഭവത്തില് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതില് കബാബും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കും ദീർഘ. ഇത് ഇങ്ങനെ താഴോട്ടേക്ക് നമുക്ക് 2 പ്ലേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ താഴോട്ടേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടായിരിക്കും അല്ലെ. ഇൻഷാല്ലാ നമുക്ക് ഓരോ സംഭവം ഉണ്ടാക്കി നോക്കണം അല്ലെ. പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓവന്, അതായത് നമ്മൾ എയർ ഫ്രയറിന്ന് എടുക്കുന്ന സമയത്ത് നമ്മളെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഈസ് അവർ പ്രയോറിറ്റി പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ 2 ഗ്ലൗ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ഒരു റെസിപ്പിന്റെ ഒരു ബുക്ക് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. റെസിപ്പി ബുക്ക് ഫോർ എയർ ഫ്രയർ. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാ സാധനവും എനിക്ക് ഉണ്ടാക്കി തരണേ. നദീർക്ക് ഈ ഒരു ബുക്ക് കണ്ടപാട് ഞാൻ കണ്ടപാട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മഷ്റൂമിന്റെ ഒരു ഐറ്റംസ് ഉണ്ട്. ഇതാ എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. ഗാർലിക് മഷ്റൂം ഇൻഷാല്ലാ അത് ഉണ്ടാക്കി തരണം. പിന്നെ ഇതിൽ വരുന്ന പാനും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. ഫ്രൈയിങ് ബാസ്കറ്റ്, ബേക്ക് ട്രേ, പിന്നെ ഹാൻഡില്, വയർ റാക്ക്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സാധനങ്ങൾ. നമുക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നോക്കിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഇതില് നമ്മള് ചിക്കന് വെച്ചിട്ടാകുമ്പോ ഇതിങ്ങനെ വെക്കുന്ന ഹാൻഡില് നമുക്ക് ഇതിങ്ങനെ നമ്മളെ എയർ ഫ്രയറിൽ വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോസ്റ്റ്, റോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നഗറ്റ്സ്, പിസ്സ, എയർ ഫ്രൈ, ബേക്ക്, അങ്ങനെ എല്ലാം ഇതിങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മള് ഇതിലേക്ക് സാധനം വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡിയാക്കി തരും. അത് ഓക്കെ എവിടെ പോയാലും ഞാൻ പോപ്കോൺ തന്നെ അധികം വാങ്ങിച്ചു കൊടുക്കല്. ഇപ്പൊ നമ്മുടെ പോപ്കോൺ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ റോളിംഗ് കേജിൽ ഇട്ടിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി ലൈറ്റ് പ്രസ് ചെയ്യാം. സാധനം വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഒരു 8 മിനിറ്റ് ആവും കേട്ടോ. 8 മിനിറ്റ് കൊണ്ട് ഒരു സംഭവം റെഡിയാവും. 220 ഡിഗ്രിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ, ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. അത് 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. എടുത്തോ, സാധനം എടുത്തോ. യമ്മി, നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലോ മർസി. അവിടെ നെസ് ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പോപ്കോൺ. അപ്പൊ നമ്മളെ പോപ്കോൺ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ കുരുവും നല്ല ഇതില് പൊട്ടി പൊട്ടി പോപ്കോൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ഉണ്ട്, നല്ല ചൂടോടെ ഇതേപോലത്തെ എയർ ഫ്രയർ എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എളുപ്പത്തിൽ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് പോപ്കോണിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാള് ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തെ ഉണ്ടായിരുന്നല്ല നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ടൈം ആള് ഉറങ്ങുന്നുണ്ടായിനി. ഉറങ്ങിച്ചപാട് നെസ് ഉമ്മി പോപ്കോൺ ആക്കിയിട്ടുണ്ട് പറഞ്ഞേരോ വേഗം അത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാന്. ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് അവളോട് പറയുമ്പോ കുളിക്കണ്ട, പോപ്കോൺ വേണം. എങ്ങനെയുണ്ട് അവളെ? ഇഷ്ടപ്പെട്ടിനാ? നല്ല ഇഷ്ടപ്പെട്ടിനാ? എങ്ങനെയുണ്ട്? അതുണ്ടാ? എത്ര ഉള്ളേ? 500? ഒന്ന് ഒന്നാ? 500 കണക്കുണ്ട്. അപ്പുറത്തെ കൈ കൊണ്ടിരിക്കും, അപ്പുറത്തെ കൈ കൊണ്ടിരിക്കും. എന്നിട്ട് കുളിക്കാട്ടാ, കുളിച്ചിട്ട് നമുക്ക് കളിക്കാ, പുറത്ത് പോയിട്ട് കളിക്കാട്ടാ. നമ്മള് നെസുവിന് പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ കളിക്കാനൊക്കെ ഉള്ള. അതന്നെ ആ ഒരു ഏരിയ മൊത്തം നമ്മള് സെറ്റ് ചെയ്തതെല്ലാം കാണിച്ചു തരാം. ഇതാണ് നെസ്ബേബിന്റെ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയ ടെന്റ്. അത് സംഭവം ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാല് എന്താ പറയുക, നമ്മളെ നദീറാന്റെ അതായത് നദീർഖാന്റെ പെങ്ങളെ മോൻക്ക് ഇതുപോലത്തെ അത് കുറച്ചൊരു പട്ടാളക്കാരെ പോലത്തെ അമേരിക്കന്റെ എന്തെല്ലോ ഫ്ലാഗ് പോലത്തെ അങ്ങനത്തെ എന്തെല്ലോ കണ്ടത്. അപ്പൊ ആ ഒരു തീമില് വരുന്ന ഇതുപോലത്തെ ടെന്റാന്ന് ഓൻക്കിടേ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ പാട് നദീറാന്റെ റൂം തുറക്കുന്നുണ്ടോ നോക്കി ഗീളത്തിന് നാടത്തേക്ക് ഓടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നദീർഖാനോട് പറഞ്ഞു എന്തായാലും. പിന്നെ അത് മാത്രല്ല നദീർക്കാക്ക് നമ്മള് കാരിങ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നദീർഖാനോട് പറയണ്ട്, നദീർക്ക മോളായാലും മോനായാലും കുറച്ച് വലുതായി കഴിഞ്ഞാല് ഇങ്ങനത്തെ സംഭവം എല്ലാം വാങ്ങിക്കൊടുക്കണം എന്ന് പറയലുണ്ട് അല്ലേ? എന്തേ പിന്നെന്താ വെച്ചാല് എന്നോട് പുറപ്പെടുത്തിട്ട് വീടാക്കിത്താന്ന് പറയല്. ഇപ്പൊ പുറപ്പാക്കിട്ട് നദീർക്കാക്കി കൊടുക്കലുണ്ട് ഗുഹ പോലെല്ലോ. ഗുഹ പോലെ ഞാൻ 2 തലയാടെ അപ്പുറിപ്പുറം വെച്ചിട്ട് പുറത്തിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കേറുന്ന സംഭവം. എന്നിട്ട് പറയും ബാപ്പ വീടാക്കിത്താന്ന് പറയും. നമ്മള് ഇവിടെ ഉള്ള ചേര സംഭവം ഇത് മറ്റേ ഇതാണ് ഡോണറ്റ് ഷോപ്പ്, കേക്ക് ഷോപ്പ്, സ്വീറ്റ് കേക്ക്സ്. ഇതിലൂടെ കേറും, ഇത് കേറാ കച്ചവടക്കാർ ഇപ്പൊ കേറും. എന്തെല്ലാം മോളെ? 500 പൈസ പറയുന്നത് ഫസ്റ്റ് തന്നെ കേട്ടോ. എല്ലാം 500ന്റെ കണക്കാണ് പറയല്. നെസുവിന്റെ ഷോപ്പിൽ എന്തെല്ലാം ഉള്ളേ? നെസുവിന്റെ ഷോപ്പിൽ എന്താ ഉള്ളേ? അല്ല പോപ്കോണിന്റെ ആ ഒരു കറുത്ത സാധനം ഉണ്ടാവില്ലേ, വായിലായി പോയി തോന്നുന്നു. നെസുവിന്റെ ഷോപ്പിൽ എന്താ ഉള്ളേ? ഇതാ വാങ്ങാനാളൊന്നിട്ടാ ഏതാ സാധനം? ഡോണറ്റാ? സ്റ്റാറാ? സ്റ്റാറ് നമ്മള് ക്രിസ്മസിന് ഇപ്പൊ നമ്മള് പുറത്തു പോകുന്നിടത്ത് എല്ലായിടത്തും സ്റ്റാർ കാണാനുണ്ടല്ലോ. അപ്പൂപ്പനാ? അതെയാ? അത് കണ്ടിട്ടുണ്ട് കേട്ടാ. പക്ഷെ അപ്പൂപ്പനെ ഭയങ്കര പേടിയാണ്. ഇത് അപ്പൂപ്പനെ കണ്ട കാര്യം എനിക്ക് വേറൊരു കോമഡി ഓർമ്മയായിരുന്നു. എന്താ പറച്ചി? എന്താണ് നമ്മള് മിന്നാന്ന് വിസ്മയില് പോകുന്ന സമയത്ത് നീ മറ്റേ സ്നാക്ക് ആൻഡ് ജ്യൂസ് കണ്ട് ഒരു ഷോപ്പിന്റെ പേര് സ്നാക്ക് ആൻഡ് ജ്യൂസ്. എന്നിട്ട് അമ്മോട് പറയുന്നത് ഇതെന്താ സ്നേക്ക് ജ്യൂസാ? വേണം തരുവോ? ഏകദേശം പറശ്ശിനിക്കടവ് സ്നേക്ക് വർക്കിന്റെ അടുത്തായിട്ട് അത് ഒരു ഷോപ്പ് ഉണ്ടായി. ഞാൻ വിചാരിച്ചെന്നാ പിന്നെ സ്നേക്ക് ജ്യൂസ്.
നെസുവിന്റെ ഷോപ്പിൽ കേക്ക് ഉണ്ടാ? പിന്നെന്താ ഉള്ളേ? ഐസ്ക്രീം ഉണ്ടാ? ഇല്ല, ഐസ്ക്രീം ഇല്ല. ഡോണറ്റ് ഉണ്ടാ? എന്ത് എന്ത്? നെസു എത്ര പൈസ? 500 റുപ്യ. നിങ്ങൾ കുറച്ചിട്ട് താപ്പാ നമുക്ക്. ഒരു 2 റുപ്യക്കല്ല എന്താ? 300 റുപ്യക്ക് തരുവോ? ഓക്കെ നിന്ന പേച്ച. ഓക്കെ നിങ്ങളെന്ത് ഷോപ്പിലെ ആളാണ്? സ്റ്റാറാ? സ്റ്റാർ ഉണ്ടല്ലേ? ഒക്കെ സ്റ്റാർ ഭയങ്കര ആവേശായി ഇപ്പൊ. നമ്മളെ ആറ്റം വന്നിട്ടുണ്ട്. വിശേഷം ആരാ മോളത്? ആറ്റാന്റെ ഭയങ്കര പ്രിയപ്പെട്ട ആളാണ് കേട്ടാ. എവിടെ പോലെ ഞാനാന്ന് വസീപ്പിനെ ഇടക്ക് പോലെ വീട്ടിൽ കൊണ്ടാക്കല് ബൈക്കിലെ. അപ്പൊ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോ ഈ ആറ്റിയെടുത്ത് ആറ്റാൻ അവിടെ ആക്കിയോന്ന് ചോദിക്കും ഇങ്ങനെ. അല്ലേ മോളെ? കിട്ടാനില്ലല്ലേ? കൊറേ ഫാൻസ് ഉണ്ടാവും ഷീപ്പയ്ക്ക്. നിന്റെ കൊറേ പാട്ട് പാടുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് നിന്നെ കുറിച്ചിട്ടാണ് ഉണ്ടായതല്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ട് നമ്മളോട് പറഞ്ഞില്ല. എന്നിട്ട് ഇവരെന്താ പറഞ്ഞാ 3 മാസം വരെ ഐസിയുല് പിന്നെ വീട്ടിലേക്ക് വരുത്ത്, ഐസിയുലേക്ക് പിന്നെ വീട്ടിലേക്കും, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെന്താ പറഞ്ഞാ അല്ല പറച്ചില് കേട്ടാ വിചാരിക്കും എല്ലാം ഇടക്കിടക്ക് ടൂറ് പോന്ന പോലെ ഐസിയുല് പറഞ്ഞത്. അത് മാത്രല്ല ഞാൻ പറഞ്ഞത് മറ്റേ 7ാമത്തെ മാസം പുറത്തേക്ക് വന്നു പറഞ്ഞേ. അതും പറയുന്നുണ്ട്. എന്താ നോക്കുന്നത്? നല്ല പാട്ടെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിന് കേട്ടോ. ആസിഫും മർസിയും മറ്റേ മുഫീദും മർസീന്റെ ഉമ്മയും മർസീന്റെ ഉപ്പയും എല്ലാരും നല്ല പാട്ട് കയറും. അപ്പൊ ഇപ്പം വന്ന പുയ്യാപ്പളി നദികൾ നല്ല പാട്ട് കയറും. ഞാൻ നിങ്ങളെല്ലാം പൊക്കി പറയുന്നില്ല, അപ്പൊ നിങ്ങൾ എന്നെ പൊക്കി പറയാ അല്ലേ മോളെ? നമ്മള് ഈവനിങ്ങിലായാലുണ്ടല്ലോ ഇതിപ്പോ നല്ല ഇതിലിട്ടോണ്ട് നമുക്ക് ഈ നല്ല സുഖം തന്നെ ഇവിടുന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട് നല്ല സുഖം. കാലുകൊള്ളു. വെയില് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ഇത് ഇട്ടതിന് ശേഷം നല്ല ചൂടായി. എന്നുവെച്ചാ വെയില് വന്നാ ഈ പാറിന്റെ ചൂടും കൂടി ആവുമ്പോ നല്ല പാറക്കല്ല തന്നെയാ കേട്ടോ സംഭവം. എന്താ മോളെന്താക്കുന്ന? അത് കൈ ആയിരിക്കുന്നു. നെസൂന് ഫുഡ് കൊടുത്താ? ഇല്ല, നെസൂന് കൊടുക്കണം അത്രേ. നെസൂന് ഇപ്പൊ നമ്മള് ഈവനിങ്ങില് മുട്ടയാട്ടോ കൊടുക്കല്. ആക്കിപ്പോ രാവിലെ ആ മല്ലി എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? നേരെ പോയി മസീബിന്റെ കാലിനെടുത്ത് മസീബിന്റെ ഷൂവിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക കേട്ടാ. ഈവനിങ്ങില് മുട്ടയാട്ടോ കൊടുക്കല്. ആക്കിപ്പോ രാവിലെ മുട്ട കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഓട്സോ അല്ലെങ്കിൽ വെറും പാല് മാത്രമൊക്കെയാണ് ഇപ്പൊ കൊടുക്കലില്ലു. പിന്നെ വെറും പാല് എന്ന് പറഞ്ഞാൽ എന്റെ പാലല്ല കേട്ടോ, നമ്മള് പശുവിന്റെ പാലില്ല, അതാണ് കൊടുക്കല്. മിൽക്കാണ് കൊടുക്കല്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പിന്നില്ലേ ഞാൻ എന്താ പറഞ്ഞ, അതിന്റെ ഫ്ലോ അങ്ങ് പോയി. അപ്പൊ ഒരു ഡേ ഒരു മുട്ട എന്തായാലും കുട്ടിക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നെസുവിന് ഈവനിങ്ങിലേക്ക് നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്ത്. നെസുവിന്റെ മുട്ട റെഡിയാകുന്നുണ്ട്. നെസു അപ്പൊ ഗൈസ് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടാ. നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കും. നല്ല മർസീന ഇനി വെഡിങ് ആനിവേഴ്സറി വരുന്നു. വെഡിങ് ആനിവേഴ്സറിക്ക് അടുത്ത വ്ളോഗ് ആയിട്ട് വരാം. അതന്നെ. പിന്നെ അത് മാത്രല്ല നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാരും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. സായറൊന്നും ഇവിടെ ഇല്ല, എല്ലാരും ഫാമിലി ഡേ ഇൻ അവർ ലൈഫ് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ സായർ ഇപ്പം വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ സായറാ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.